ഓക്കേടാ, അപ്പോൾ നമ്മുടെ സെക്കൻഡ് പാർട്ട് ഓഫ് ക്വസ്റ്റ്യൻ ഡിസ്കഷനിലോട്ട് സ്വാഗതം. നമ്മൾ റെക്കോർഡ് ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ പാർട്ടായിട്ട് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് ബോറടിക്കുമെന്ന് അറിയാം. ബോറടിക്കാൻ പാടില്ല മക്കളെ, കാരണം ബോറടിച്ച് കഴിഞ്ഞാൽ തീർന്ന്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ വീണ്ടും മോൾ കോൺസെപ്റ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. മോൾ സങ്കല്പനം. ദ ഗ്യാസ് CO2 ആൻഡ് SO2 ആർ കെപ്റ്റ് ഇൻ STP. ദെയർ വോളിയം ആർ 112 ലിറ്റർ. അപ്പോൾ രണ്ട് ഗ്യാസുകൾ നമ്മളെ കയ്യിലുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, എന്തുണ്ട്, SO2, സൾഫർ ഡൈ ഓക്സൈഡ് ഉണ്ട്. രണ്ടിൻ്റെ വോളിയം എത്രയാണെന്ന് പറഞ്ഞത് 112 ലിറ്റർ ആണ്, STPയിലാണ്. ഓക്കെ, വാട്ട് ഈസ് ദ വോളിയം ഓഫ് 1 മോൾ ഓഫ് ഗ്യാസ് അറ്റ് STP? STPയിലുള്ള ഏതൊരു വാതകത്തിൻ്റെയും ഒരു മോളിൻ്റെ വ്യാപ്തം. ഒരു മോൾ എന്ന് പറഞ്ഞാൽ എത്രയാണ് പറ? ഒരു മോൾ എന്ന് പറഞ്ഞാൽ 6.022 × 10⁻23 മോളിക്യൂൾസ്, തന്മാത്രകൾ നമുക്കറിയാം. അങ്ങനെ ഒരു മോളിൻ്റെ വ്യാപ്തം STPയിൽ എത്രയാണ്? 22.4 ലിറ്റർ ആണ് അല്ലേ, ഏത് ഗ്യാസ് ആണെങ്കിലും ശരി. അടുത്തത്, വാട്ട് ഈസ് ദ മാസ് ഓഫ് 112 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡ്? നമ്മൾ പഠിച്ചതാണ് എങ്ങനെയാണ് മാസ് വ്യാപ്തം, വോളിയം കാണുക, വോളിയത്തിന് എങ്ങനെ മാസ് കാണുക. സോ നമ്മൾ റൂട്ട് പഠിച്ചിരുന്ന ആ റൂട്ട് ഞാൻ ഇപ്പുറത്ത് എന്ത് ചെയ്യാണ്? ഓക്കെ, അപ്പുറത്ത് സ്പേസ് ഇല്ല, ഇപ്പുറത്ത് സ്പേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ശ്രദ്ധിച്ചോ, ഇവിടെ ഒന്നും സ്പേസ് ഇല്ലേ? ഓക്കെ, നമുക്കിവിടെ തന്നെ മതി. അപ്പോൾ നമുക്ക് തന്ന കാര്യം നോക്ക്. നമുക്ക് എന്ത് കാണണം? നമ്മുടെ മാസാണ് തന്നെ അല്ലേ, സോറി, വോളിയാണ് തന്നെ. അതിൻ്റെ എന്ത് കാണണം? മാസ് കാണണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? റൂട്ട് എഴുതണ്ടേ ആദ്യം. നമ്മളെ റൂട്ട് എന്താടാ? ആദ്യം നമ്മുടെ റൂട്ട് നമുക്ക് വോളിയം അല്ലെങ്കിൽ വ്യാപ്തം എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട്. അതിന് നമ്മൾ എന്ത് കാണണം? നമ്മുടെ മാസ് അല്ലേ, മാസ് കാണണം. ആര് വഴിയാണ് കാണാം? നമ്മളെ ഇൻ്റർമീഡിയറ്റ്, നമ്മളെ ഇടയിൽ നിൽക്കുന്ന ആളാരാ? മോളാണ് അല്ലേ. നമ്മൾ മോള് കാണണം. അപ്പോൾ തന്ന സാധനം വെച്ച് മോള് കാണണം. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ പഠിച്ചതാണ് ഈ 3 സ്റ്റെപ്പിൽ എന്ത് ചെയ്യാന്നുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് കാണണം? നമ്പർ ഓഫ് മോൾ, മോളുകളുടെ എന്ത് കാണണം? എണ്ണം കാണണം. മോൾ എണ്ണം കാണാൻ നമ്മൾ ഒറ്റ സമവാക്യം പഠിച്ചിട്ടുള്ളൂ, ഗിവൺ ഡാറ്റ ബൈ മോളാർ ഡാറ്റ അല്ലേ. തന്നിരിക്കുന്ന ഡാറ്റ ബൈ ഒരു മോളിൻ്റെ ഡാറ്റ. ഇവിടെ തന്ന ഡാറ്റ എന്തായതുകൊണ്ട്? വോളിയം, വ്യാപ്തം ആയതുകൊണ്ട് നമ്മൾ വ്യാപ്തം വെച്ചിട്ട് എന്ത് കാണണം? മോൾ എണ്ണം കാണണം. ഓക്കെ, അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന വ്യാപ്തം എത്രയാണ്? 112 ലിറ്റർ ഡിവൈഡഡ് ബൈ മോൾ, ഒരു മോളിൻ്റെ വ്യാപ്തം അല്ലേ. തന്നിരിക്കുന്ന ഡാറ്റ ബൈ ഒരു മോളിൻ്റെ ഡാറ്റ. അപ്പോൾ തന്നിരിക്കുന്ന ഡാറ്റ വ്യാപ്തം ആയതുകൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കണം? STPയിലെ വ്യാപ്തം, വോളിയം കൊണ്ടായിരിക്കണം. അപ്പോൾ തന്ന വോളിയം എത്രയാണ്? 112 ലിറ്റർ. STPയിലെ വോളിയം എത്രയാണ്? 22.4. ഞാൻ ഈ വാല്യൂസ് ഒക്കെ കാണാതെ പഠിക്കണം, അല്ലെങ്കിൽ ഓർത്ത് വെക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ഡിവൈഡ് ചെയ്യണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ 112നെ 22.4 ഡിവൈഡ് നമുക്ക് 5 മോളിൽ കിട്ടും. നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കിക്കോ, അല്ലെങ്കിൽ ഞാൻ അവിടെ ഒരു ഈസി ആയിട്ടൊരു വഴി പറഞ്ഞുതരാണ്. ഈ വാല്യൂസ് അങ്ങോട്ട് എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക കേട്ടോ. അതായത് 22.4 ലിറ്റർ എത്രയാണ്? ഒരു മോളാണ് നമുക്കറിയാം. അങ്ങനെയാണ് 44.8 ലിറ്റർ എത്രയായിരിക്കും? 2 മോളായിരിക്കും. 67.2 ലിറ്റർ 3 മോളായിരിക്കും. 112 ലിറ്റർ 5 മോളായിരിക്കും. 224 ലിറ്റർ 10 മോളായിരിക്കും. 448 ലിറ്റർ 20 മോളായിരിക്കും. ഓക്കെ, ഇതൊന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക? ഈ സംഖ്യകൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി, കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാണുമ്പോൾ നമുക്ക് അറിയാം, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഡിവൈഡ് ചെയ്യാനും ഗുണിക്കാനും വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ നിൽക്കണം. അതേപോലെ തന്നെ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് പറയാണ് 11.2 ലിറ്റർ, അതാണെങ്കിൽ ഹാഫ് മോളായിരിക്കും, അര മോളായിരിക്കും. 5.6 ലിറ്റർ ആണെങ്കിൽ അത് 0.25, അതോ 1/4 മോളായിരിക്കും. ഈ സംഖ്യകൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ക്ലിയർ? അപ്പോൾ എവിടെ നമ്മളെ ക്വസ്റ്റ്യൻ? എഗെയിൻ ബാക്ക് ടു ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 5 മോളിന് കിട്ടിയില്ലേ? ഇനി നമ്മളോട് മാസല്ലേ കാണാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് എഴുതണം? ഒരു മോൾ ആരാണ് തന്ന സാധനം? ആരാണ്? CO2 അല്ലേ. ഒരു മോൾ CO2ൻ്റെ മാസ്. ഒരു മോൾ CO2ൻ്റെ മാസ് എഴുതണം. എത്രയാണ്? മാസ് ഓഫ് 1 മോൾ CO2. അത് ഇവിടെ തന്നിട്ടുണ്ട്, ഇല്ലെങ്കിൽ നമ്മൾ കാണണം. എങ്ങനെ കാണാം? അതും കൂടെ പഠിപ്പിക്കുക. CO2 അല്ലേ. എത്ര കാർബൺ ഉണ്ട്? ഒരു കാർബൺ ആണുള്ളത്. ശ്രദ്ധിച്ചോ, നമുക്ക് അതിൽ ആരാളുള്ളത്? CO2 ആണുള്ളത്. അപ്പോൾ CO2 ഒരു കാർബൺ, അപ്പോൾ 1 × ഒരു കാർബണിൻ്റെ മാസം എത്രയാണ്? 12 പ്ലസ് എത്ര ഓക്സിജൻ ഉണ്ട്? 2 എണ്ണം. അപ്പോൾ 2 × ഒരു ഓക്സിജൻ്റെ മാസം എത്ര? 16. അപ്പോൾ 1 × 12, 12 പ്ലസ് 2 × 16, 32. അപ്പോൾ ചെയ്യുമ്പോൾ 44 ഗ്രാം എന്ന് കിട്ടും. അതിവിടെ നമുക്ക് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് കാണുക. അപ്പോൾ ഒരു മോൾ CO2ൻ്റെ മാസ് 44 ഗ്രാം ആണെങ്കിൽ നമുക്ക് ഇവിടെ എത്ര മോൾ ഉണ്ടെന്നാണ് കിട്ടിയത്? 5 മോൾ ഉണ്ട് എന്നാണ് കിട്ടിയത്. അപ്പോൾ സോ മാസ് ഓഫ് എത്ര മോൾ? 5 മോൾ. 5 മോൾ CO2ൻ്റെ മാസം എത്രയാണ്? പറ. 5 × 44. 5 × 44 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 220 ഗ്രാം എന്ത് ചെയ്യും? കിട്ടും. ക്ലിയർ? സിമ്പിളാണ്, ശ്രദ്ധിക്കണം. നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഇനി പുറത്തുള്ള കുട്ടികൾ നോക്കുക, ഈ സ്റ്റെപ്പിനെ വെച്ചിട്ട് എന്ത് ചെയ്യുക? ഇനി തിരിച്ച് വോളിയം തന്നെ. ഇപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ നമുക്ക് വോളിയം വെച്ചിട്ട് എങ്ങനെ കാണാം? നമുക്ക് തന്നത് എന്താണ്? 220 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. STPയിലാണ്. ഇതിൻ്റെ എന്ത് കാണണം? വോളിയം, വ്യാപ്തം കാണണം. അപ്പോൾ നമുക്ക് തന്നത് മാസാണ്. മാസിന് എന്ത് കാണണം? വോളിയം. അപ്പോൾ ആദ്യം നമ്മൾ റൂട്ട് വരക്കുക. എന്താ തന്നെ? മാസിന് വോളിയം അല്ലെങ്കിൽ വ്യാപ്തം കാണണം. ആര് വഴിയാണ് പോവുക? മോള് വഴി. അപ്പോൾ നമ്മൾ തന്നത് വെച്ചിട്ട് മോള് കാണണം. മോള് കാണാനുള്ള ഇക്വേഷൻ എന്താ? ഗിവൺ ഡാറ്റ ബൈ മോളാർ ഡാറ്റ. തന്നിരിക്കുന്ന ഡാറ്റ ബൈ ഒരു മോളിൻ്റെ ഡാറ്റ അല്ലേ. അപ്പോൾ പറ,
നമ്മളെ ഡാറ്റ തന്ന സാധനം എന്താ മാസ് അല്ലേ, അപ്പം തന്ന സാധനം മാസ് 220 ഡിവൈഡഡ് ബൈ ഒരു മോളിന്റെ മാസ് അല്ലെങ്കിൽ മോളാർ മാസ് എന്ന് പറയുന്നത് എത്രയാണ്, കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ കാണുക. അപ്പോൾ അത് എത്ര വരിക, 44. അപ്പം 220/44 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 5 മോളിന് കിട്ടും. ഇനി ഇവിടെ ഉള്ളൊരു മെച്ചം വോളിയം അല്ലെങ്കിൽ വ്യാപ്തം കാണുന്ന സമയത്ത് അവിടെ ഗ്യാസ് ഏതാ വാതകം ഏതാന്നുള്ളതിന് ഒരു ഇമ്പോർട്ടൻസും സിഗ്നിഫിക്കൻസും ഇല്ല. സോ നമ്മൾ ഒരു മോളിന്റെ വോളിയം എന്ത് ചെയ്യണം, എഴുതണം. ഒരു മോളിന്റെ വോളിയം എന്ന് പറയുന്നത് എത്രയാണ്, 22.4 ലിറ്റർ ആണ്. അത് ഏത് ഗ്യാസ് അല്ലെങ്കിൽ ഏത് വാതകം എന്നുള്ളതിന് അവിടെ ഒരു ഇമ്പോർട്ടൻസും ഒരു സിഗ്നിഫിക്കൻസും ഇല്ല. സോ ഒരു മോളിന്റെ വോളിയം, ഒരു മോളിന്റെ വ്യാപ്തം എത്രയാണ്, 22.4 ലിറ്റർ ആണെങ്കിൽ ഇവിടെ എത്ര മോളുണ്ട്, 5 മോളുണ്ട്. അപ്പോൾ 5 മോളിന്റെ വ്യാപ്തം എത്ര, 5 × 22.4. നമുക്ക് ആൻസർ കിട്ടുക 112 ലിറ്റർ. ക്ലിയർ. അപ്പോൾ തിരിച്ച് തന്നാലും അവിടെ നിങ്ങൾ തന്നാലും ചെയ്യാൻ വളരെ ഈസി ആണ്. ഒരു സി ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ആ സി ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്തോ നോക്കിക്കോ. ഹൗ മെനി മോളിക്യൂൾസ് ആർ പ്രസന്റ് ഇൻ SO2? ഇതേ SO2 എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ട് 112 ലിറ്റർ എന്തെടുത്തിട്ടുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തിട്ടുണ്ട്, SO2 എടുത്തു. അപ്പോൾ ഇതേ SO2ൽ എത്ര മോളിക്യൂൾ ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ വാതകം ഏതാ അല്ലെങ്കിൽ ഗ്യാസ് ഏതാന്നുള്ളതിന് അവിടെ ഒരു ഇമ്പോർട്ടൻസും ഒരു സിഗ്നിഫിക്കൻസും ഇല്ല. സോ ഏത് ഗ്യാസ് ആണെങ്കിലും വോളി ഈക്വൽ ആണെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് തന്മാത്രകളുടെ എണ്ണം എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. സോ 112 ലിറ്റർ SO2 എടുത്താലും അതിൽ എത്ര മോൾ മോളിക്യൂൾ ഉണ്ടാവുക, 5 മോൾ മോളിക്യൂൾ ഉണ്ടാവുക. ഈ നമ്പർ ഓഫ് മോളിക്യൂൾ അല്ലെ എത്ര മോൾ എന്നല്ല ചോദിച്ചത്. അപ്പോൾ 5 മോളാണ് തന്മാത്രകളുടെ എണ്ണം, മോളിക്യൂളിന്റെ എണ്ണം 5 മോളാണ്. എത്ര മോൾ എന്നല്ല വെച്ചാൽ എത്ര എണ്ണം എന്നല്ല. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇങ്ങനെ തന്നെ എഴുതണം, എത്ര 5 × 6.022 × 10⁻23. ആ അവഗാഡ്രോ നമ്പർ കൊണ്ട് നമ്മൾ അതിന് എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്ലിയർ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വീണ്ടും നമ്മുടെ മോൾ കോൺസെപ്റ്റ്, മോൾ സങ്കല്പം തന്നെയാണ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ഇക്വേഷൻ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കുക. അത് നമുക്ക് ഇക്വേഷൻ ഒന്ന് നോക്കാം. CH4 + 2O2 gives CO2 + 2H2O. ഇതിൽ എന്താ ചോദിച്ചിട്ടുള്ളത്, ഹൗ മെനി മോൾസ് ഓഫ് മീഥെയിൻ ആർ ഈക്വൽ ടു റിയാക്ട് വിത്ത് 10 മോൾസ് ഓഫ് ഓക്സിജൻ. 10 മോൾ ഓക്സിജനുമായിട്ട് പ്രവർത്തിക്കാൻ എത്ര മോൾ എന്ത് വേണം, മീഥെയിൻ വേണം. അതേപോലെ തന്നെ കാൽക്കുലേറ്റ് ദ മാസ് ആൻഡ് വോളിയം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഒബ്റ്റൈൻഡ് ഇഫ് 64 ഗ്രാം ഓഫ് മീഥെയിൻ ഈസ് കംപ്ലീറ്റ്ലി ബേൺഡ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒഴിഞ്ഞ സ്പേസ് പോവാം. നമുക്ക് ആരും കാണാത്തടത്ത് പോയിട്ട് എന്ത് ചെയ്യാം, ഒന്നും ചെയ്യേണ്ട, നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാം. അപ്പോൾ നോക്കിക്കാണെങ്കിൽ ഇക്വേഷൻ ഒന്നുകൂടെ എടുത്ത് എഴുതാണ്. CH4 + 2O2 gives CO2 + 2H2O. Is it clear? ക്ലിയർ അല്ലടാ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു മിനിറ്റ്, നമ്മൾ ആദ്യം എന്ത് എഴുതണം, മോൾ റേഷ്യോ എഴുതണം. നമ്മുടെ മോളാർ റേഷ്യോ എന്ത് ചെയ്യണം, എഴുതണം. ക്ലിയർ അല്ലേ. അപ്പോൾ മോളാർ റേഷ്യോ എഴുതുമ്പോൾ എന്താ വരിക, ഇത് എത്ര മോളാ, 1:2:2. ഈസ് ഇറ്റ് ക്ലിയർ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇത് വെച്ചിട്ടാണല്ലോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യേണ്ടത്. കാരണം മോളാണ്, ഇത്ര മോൾ എടുത്താൽ എത്ര മോൾ വേണം. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. എന്താണ്, 10 മോൾ ഓക്സിജൻ എടുത്താൽ എത്ര മോൾ മീഥെയിൻ വേണം. സോറി, എന്തായിരുന്നു ക്വസ്റ്റ്യൻ. ഓക്കെ, 10 മോൾ ഓക്സിജനുമായി പ്രവർത്തിക്കാൻ എത്ര മോൾ മീഥെയിൻ വേണം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചോ, നമ്മൾ ഇക്വേഷൻ എഴുതുന്നത് നമ്മൾ ആൾക്ക് തമ്മിൽ റിലേറ്റ് ചെയ്യേണ്ടത് ഓക്സിജനും മീഥെയിനും. അപ്പോൾ നമ്മൾ അവരെ സെലക്ട് ചെയ്ത് ബാക്കി 2 ആൾക്കാർ നമ്മൾ എന്ത് ചെയ്യേണ്ട, മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇക്വേഷൻ പ്രകാരം 2 മോൾ ഓക്സിജൻ 1 മോൾ മീഥെയിൻ വേണം. അപ്പോൾ നമ്മൾ എഴുതും 2 മോൾ ഓക്സിജൻ എന്ത് വേണടാ, 1 മോൾ മീഥെയിൻ വേണം. ക്ലിയർ അല്ലേ. ഇനി നമ്മളോട് ചോദിച്ചാൽ 10 മോളാണ്. ഇവിടുന്ന് ഒറ്റയടിക്ക് കിട്ടും. 2 ഉള്ളത് എത്ര മോളാക്കണമെങ്കിൽ, 10 മോളാക്കണമെങ്കിൽ ഇതിന് 5 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് ഗുണിക്കണം, 5 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ അത് എത്ര മോളാവും, 5 മോളാവും. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോജിക്ക് വർക്ക് ആവണില്ലെങ്കിൽ ടെൻഷൻ അടിക്കണ്ട, നമുക്ക് ഇക്വേഷൻ വെച്ചിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ പറയാം, ഇവിടെ 2 മോൾ O2 എടുത്താൽ 1 മോൾ CH4. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ, അങ്ങനെയാണെങ്കിൽ 1 മോൾ O2 എടുത്താൽ എന്താ വരിക, ഈ 2 അപ്പുറം പോകുമ്പോൾ അത് എന്താവും, /2. അപ്പോൾ എന്താവും, 1/2 മോൾ എന്താവും, CH4. അപ്പോൾ നമ്മൾ എഴുതി എന്ത്, അങ്ങനെയാണെങ്കിൽ നമ്മൾ ചോദ്യത്തിൽ എത്ര മോളാടാ, 10 മോളല്ലേ. ചോദ്യത്തിൽ എത്ര മോളാണ്, 10 മോളാണ്. സോ നമ്മൾ എന്ത് എഴുതും, 10 മോൾ O2 എടുത്താൽ എത്ര വരിക, 10 × 1/2. 1 മോളിന് 1/2 ആണെങ്കിൽ 10 മോളിന് എത്ര, 10 × 1/2. അപ്പോൾ എത്ര വരിക, 10/2. 10/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 5 മോൾ എന്ത് വേണം, മീഥെയിൻ വേണം. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ. ഓക്കെ, ലോജിക്ക് വെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ക്ലിയർ. അടുത്തത് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താ, ഇപ്പോൾ ഇത് മോളാണ്. ഇനി നമ്മൾ അടുത്തത് again back to question. ഓക്കെ, ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിച്ചോ, 64 ഗ്രാം മീഥെയിൻ കംപ്ലീറ്റ് റിയാക്ട് ചെയ്താൽ എത്ര കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. ആ കിട്ടുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ മാസും കാണണം, നമ്മൾ വോളിയവും കാണണം. ഓക്കെ, അപ്പോൾ നമുക്ക് മാസ് തന്നിട്ട് മാസം ചോദിച്ചിട്ടുണ്ട്, വോളിയം എന്ത് ചെയ്തിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഇക്വേഷൻ എഴുതാം. എന്താണ് ഇക്വേഷൻ, CH4 + 2O2 gives CO2 + 2H2O. ക്ലിയർ. നമ്മളിവിടെ എന്ത് എഴുതണം, നമ്മൾ മോൾ റേഷ്യോ എടുത്ത് എഴുതണം. പറ 1:2, 2:1:2. ക്ലിയർ.
ഇനി നമ്മൾ എന്ത് ചെയ്യണം? തന്ന സാധനങ്ങൾ മാസിലോട്ട് മാറ്റണമെങ്കിൽ മാസിലോട്ട്, വോളിയത്തിലോട്ട് മാറ്റണമെങ്കിൽ വോളിയത്തിലോട്ട്. അതിൻ്റെ മുമ്പ് നമ്മൾ ആരൊക്കെയാണ് കണക്ട് ചെയ്യേണ്ടത് അവരെ മാത്രം സെലക്ട് ചെയ്യുക. ഇവിടെ ചോദിച്ചിട്ടുള്ളത് 64 ഗ്രാം മീഥേൻ ബേൺ ചെയ്യുമ്പോൾ, കത്തുമ്പോൾ പൂർണ്ണമായും ഫുള്ളായിട്ട് കത്തിക്കഴിഞ്ഞാൽ എത്ര എന്ത് കിട്ടും? കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ആരൊക്കെ തമ്മിൽ റിലേറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ? മീഥൈനും കാർബൺ ഡൈ ഓക്സൈഡും. അപ്പോൾ 1 മോൾ മീഥൈൻ എടുത്താൽ എന്ത് കിട്ടും നമുക്ക്? 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. ഇത് പല രീതിയിൽ ചെയ്യാൻ നമ്മൾ എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു രീതിയിൽ തന്നെ ചെയ്ത് പഠിക്കാതാകുമ്പോൾ പിന്നെ ക്വസ്റ്റ്യൻ മാറുന്നതിനനുസരിച്ച് രീതി മാറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ ചോദിച്ചത് ഇത് മാസ് തന്നിട്ടുണ്ട്, ഇതിൻ്റെ മാസാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ രണ്ടിനും എന്ത് ചെയ്യുക? ഇപ്പോൾ ഉള്ള മോൾ റേഷ്യോനെ മാസ് റേഷ്യോയിലോട്ട് മാറ്റുക. ഇത് 1 മോൾ CH4. അപ്പോൾ 1 മോൾ CH4ൻ്റെ മാസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിൻ്റെ 1 GMM ആയിരിക്കും അല്ലേ? അതേപോലെ ഇവിടെ 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുക, അതിൻ്റെ മാസ് എന്തായിരിക്കും? അതിൻ്റെ 1 GMM. ആരുടെ 1 GMM? കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ 1 GMM. അപ്പോൾ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ 1 GMM അതേപോലെ തന്നെ മീഥൈൻ്റെ 1 GMM കാണണം. മീഥൈൻ്റെ 1 GMM എങ്ങനെ കാണാം? CH4 അല്ലേ? അപ്പോൾ ഇതിൽ എത്ര കാർബൺ ഉണ്ട്? 1. അപ്പോൾ 1 × 1 കാർബണിൻ്റെ മാസ് 12 പ്ലസ് എത്ര ഹൈഡ്രജൻ ഉണ്ട്? 4 × 1 ഹൈഡ്രജൻ്റെ മാസ് 1. അപ്പോൾ എന്താ വരിക? 12 + 4 16 ഗ്രാം. അപ്പോൾ ഇവിടെ എത്ര വേണമെന്ന് മനസ്സിലായി? 16 ഗ്രാം മീഥൈനാണ് നമ്മൾ എടുക്കുന്നത്. ക്ലിയർ അല്ലേ? 16 ഗ്രാം മീഥൈൻ. ഇനി കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാസ് എങ്ങനെ കാണാം? എത്ര കാർബൺ ഉണ്ട്? 1 കാർബൺ. അപ്പോൾ 1 × കാർബണിൻ്റെ മാസ് 12 പ്ലസ് 2 ഓക്സിജൻ ഉണ്ട്, 2 × 1 ഓക്സിജൻ്റെ മാസ് 16. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 44 ഗ്രാം CO2 ആണെന്ന് കിട്ടും. അപ്പോൾ ഇക്വേഷൻ പ്രകാരമുള്ള ബന്ധം കിട്ടിയ എന്താ? 16 ഗ്രാം CH4 എടുത്താൽ എത്ര കിട്ടും? 44 ഗ്രാം എന്ത് കിട്ടും? CO2 കിട്ടും. ഈസ് ഇറ്റ് ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എന്താക്കും? 1 ഗ്രാം എത്രയാക്കും നോക്കുക. 1 ഗ്രാം CH4 എടുത്ത് എന്താ വരിക? നേരത്തെ പറഞ്ഞ പോലെ തന്നെ 16 അപ്പുറം പോകുമ്പോൾ /16 ആവൂലേ? അപ്പോൾ എന്താ വരിക? 44/16 ഗ്രാം എന്ത് കിട്ടും? CO2 കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചോദ്യം ചോദിച്ചിട്ടുള്ളത് എത്ര ഗ്രാമിനാ? 64 ഗ്രാം. അപ്പോൾ എന്താ വരിക? 64 ഗ്രാം CH4 എടുത്ത് എന്താ അവിടെ വരിക? 1 ഗ്രാം CH4 എടുത്താൽ ഇത്രയാണെങ്കിൽ 64 ഗ്രാം എടുത്ത് എന്താ വരിക? പറ. 64 ഗ്രാം എടുത്ത് എന്താ വരിക? 64 × 44/16. 16നെ 64 നമുക്ക് എന്ത് ചെയ്യാം? വെട്ടാം. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, എനിക്ക് വെട്ടാൻ അറിയും. അത് വിചാരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണ്ട? വെട്ടണം എന്നില്ല. നിങ്ങൾക്ക് അറിയുമെങ്കിൽ മാത്രം വെട്ടി അതിലേക്ക് ഗുണിച്ചിട്ട് ഹരിക്കുക. ഇവിടെ വെട്ടുമ്പോൾ 4 വരും. ഞാൻ ഈസി ആക്കാൻ വേണ്ടിയിട്ട് വേഗം പറയാൻ വേണ്ടി പറയാം. അപ്പോൾ 4 × എന്ത് വരും? 44 എന്ന് വരും. 4 × 44 എന്ന് പറയുമ്പോൾ എത്ര വരിക? 4 4 16 6 ബാക്കി 1 4 4 16 1 17 176 ഗ്രാം എന്ത് കിട്ടും? CO2 കിട്ടും. ക്ലിയർ? ഇത് മാത്രമല്ല ക്വസ്റ്റ്യൻ, ഈ കിട്ടുന്ന CO2ൻ്റെ എന്തും കാണണം, വോളിയം കാണണം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, വോളിയം കാണുമ്പോഴുള്ള മെച്ചം എന്താ? അവിടെ നമുക്ക് ഈസിയാണ്. കാരണം അവിടെ ഗ്യാസ് ഏതാന്നുള്ളതിന് ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല. നമ്മൾ കുറേ പ്രാവശ്യം എന്ത് ചെയ്യുന്നു പറയുന്നു അല്ലേ? വ്യാപ്തം കാണുന്ന സമയത്ത് ഗ്യാസിന് ഒരു ഇമ്പോർട്ടൻസും ഇല്ല. അപ്പോൾ ഇത് മീഥൈൻ ആണ് അല്ലേ? ഇത് എത്ര മോൾ എടുക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു? 1 മോൾ. ഇതും കിട്ടുന്ന എത്ര? 1 മോൾ. കാരണം ഇതിൻ്റെ റേഷ്യോ 1:2:1:2 ആയിരുന്നു. അതിന് നമുക്ക് കിട്ടി. ഇത് 1 മോൾ എടുക്കണേ, ഇത് 1 മോൾ എടുക്കണേ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് 64 ഗ്രാം എടുത്താൽ അത് എത്ര മോൾ ഉണ്ട് നോക്കിയാൽ മതി. ഇത് 64 ഗ്രാം എന്ന് പറയുമ്പോൾ എത്ര മോളാ? 64 / ഇതിൻ്റെ മോളാർ മാസ്. മീഥൈൻ്റെ മോളാർ മാസ് എത്രയാടാ? 16. അപ്പോൾ 64/16 ചെയ്യുമ്പോൾ എത്രയാണ്? 4 മോളാണ്. ഇത് 4 മോളാണെങ്കിൽ ഇത് എത്ര മോളായിരിക്കും? 4 മോളായിരിക്കും. 4 മോളിൻ്റെ STPയിലെ വോളിയം എത്രയാണ്? 4 × 22.4 4 4 16 6 ബാക്കി 1 24 8 1 9 24 8. അപ്പോൾ 89.6 ലിറ്റർ എന്ത് കിട്ടും? CO2. ഇതൊരു രീതി. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യുക? എങ്ങനെ ചെയ്യുക? വീണ്ടും നമ്മൾ എന്ത് എഴുതും? ഇക്വേഷൻ എഴുതും. ശ്രദ്ധിച്ചോ, ഇതാണ് നമ്മുടെ ആക്ച്വൽ മെത്തേഡ്. മറ്റേത് ലോജിക്കാണ്. ലോജിക്ക് വർക്കായില്ലെങ്കിൽ ഒരു ടെൻഷനും അടിക്കേണ്ട. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പഠിപ്പിച്ച മെത്തേഡിൽ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യുക? നമ്മൾ ഇക്വേഷൻ എടുത്താൽ ഇതെന്താ ഇക്വേഷൻ? CH4 + 2O2 gives CO2 + 2H2O. ആദ്യം നമ്മൾ എന്ത് എഴുതുന്നു? റേഷ്യോ എഴുതുന്നു. 1:2:1:2. ഇനി ആരൊക്കെ തമ്മിലാണ് കണക്ട് ചെയ്യേണ്ടത്? നമ്മൾ മീഥൈനും കാർബൺ ഡൈ ഓക്സൈഡും. ഇനി നമ്മളിതിന് എന്തിനും? മീഥൈൻ്റെ എന്താ തന്നെ? മാസാ തന്നെ 64 ഗ്രാം. അങ്ങനെ കിട്ടുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എന്താ കാണണ്ടേ? വോളിയം, വ്യാപ്തമാണ് കാണണ്ടേ. അപ്പോൾ ഇതിനെ മാസിലോട്ട് എന്ത് ചെയ്യണം? മാറ്റണം. ഇതിനെ നമ്മൾ എന്തിലോട്ടും മാറ്റണം? വ്യാപ്തം അല്ലെങ്കിൽ വോളിയത്തിലോട്ടും എന്ത് ചെയ്യണം? മാറ്റണം. പറ. ഇത് 1 മോളല്ലേ? 1 മോളുടെ മാസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 GMM ആയിരിക്കും. 1 മോളുടെ വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 × 22.4 ആയിരിക്കും. അപ്പോൾ 1 GMM എന്ന് പറയുമ്പോൾ CH4ൻ്റെ 1 GMM നേരത്തെ ചെയ്തല്ലോ എത്ര ഗ്രാമാ? 16 ഗ്രാം. അപ്പോൾ അവിടെ എന്ത് കിട്ടി? 16 ഗ്രാം മീഥൈൻ കത്തുമ്പോൾ എന്ത് കിട്ടും? 22.4 ലിറ്റർ എന്ത് കിട്ടും? CO2. ഇത് നമ്മൾ മാസിലോട്ടും മാറ്റി. കാരണം ഇത് മാസിലാണ് തന്നെ. ഇതിന് നമ്മൾ വോളിയത്തിലോട്ട് മാറ്റി. കാരണം ഇത് വോളിയത്തിലാണ് എന്ത് ചെയ്തത്? ചോദിച്ചത്. ഇനി തമ്മിൽ റിലേറ്റ് ചെയ്യുക. 16 ഗ്രാം CH4 എടുത്താൽ എത്ര കിട്ടും? 22.4 ലിറ്റർ CO2 കിട്ടുമെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എന്ത് എഴുതും? അടുത്ത സ്റ്റെപ്പിൽ എന്ത് എഴുതുക? അങ്ങനെയാണെങ്കിൽ 1 ഗ്രാം CH4 എടുത്താൽ എത്ര കിട്ടും? ഈ × 16 അപ്പുറം പോകുമ്പോൾ /16 ആവില്ല. അപ്പോൾ 22.4
16 ലിറ്റർ CO2. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചത് എത്ര ഗ്രാം? 64 ഗ്രാം. 64 ഗ്രാം CH4 എടുത്ത് എത്ര വരിക? 1 ഗ്രാമിന് ഇത്രയാണെങ്കിൽ 64 ഗ്രാമിന് 64 ഇൻറ്റു 22/0.4 ഡിവൈഡഡ് ബൈ 16. 16നെ 64 നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 4 കിട്ടും. 4 ഇൻറ്റു 22.4 നേരത്തെ ചെയ്ത പോലെ നമുക്ക് 89.6 ലിറ്റർ. നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വേണം മോൾ കോൺസെപ്റ്റ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാൻ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ച് പോയി കഴിഞ്ഞാൽ അവിടുന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. ആൻഡ് ഒരു ലെഗ് ഫാക്ടർ എന്താ വെച്ചാൽ നമ്മളിതൊക്കെ ക്വസ്റ്റ്യനിൽ ക്ലാസ്സിൽ നിന്ന് എന്ത് ചെയ്താണ്, വർക്കൗട്ട് ചെയ്താണ് ബ്രെയിനിലെ ആളുകൾ. ബാക്കിയുള്ള കുട്ടികൾ ക്ലാസ് കേൾക്കുന്നുണ്ടെങ്കിൽ മക്കളെ നല്ല ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ ചുമ്മാ കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തതല്ല. അതിൽ കോൺസെപ്റ്റ് പക്ക ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് സോർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്തതാണ്, എടുത്തതാണ്. അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. നമ്മളെ ഫസ്റ്റ് ഓണം എക്സാമിൻ്റെ പാട്ടുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. എഥനോൾ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഫെർമെൻറ്റിംഗ് ഡൈല്യൂട്ടഡ് മൊളാസസ് വിത്ത് ഈസ്റ്റ്. നമുക്കറിയാം മൊളാസസിനെ ഈസ്റ്റുമായിട്ട് എന്ത് ചെയ്തിട്ട് ഫെർമെൻറ്റേഷൻ നടത്തിയിട്ടാണ് വായുവിൻ്റെ അസാന്നിധ്യത്തിൽ ഓക്സിജൻ്റെ എയറിൻ്റെ ആബ്സെൻസിൽ നമ്മൾ അതിന് എന്ത് ചെയ്യും, ഫെർമെൻറ്റേഷൻ, ആൽക്കഹോളിക് ഫെർമെൻറ്റേഷൻ നടത്തിയിട്ടാണ് നമ്മൾ എന്ത് നിർമ്മിക്കുക, എഥനോൾ നിർമ്മിക്കുക. നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ മൊളാസസ്? പഞ്ചസാര നിർമ്മാണ ശേഷം കിട്ടുന്ന വേസ്റ്റ് ആയിട്ടുള്ള, അതിൽ വേസ്റ്റ് മീൻസ് അതിൽ ഇഷ്ടംപോലെ എന്തുണ്ടാവും, ഷുഗർ, സൂക്രോസ് അടങ്ങിയിട്ടുണ്ടാവും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൊളാസസ്. അപ്പോൾ ആ മൊളാസസിനെ ഈസ്റ്റ് ഉപയോഗിച്ച് ഫെർമെൻറ്റേഷൻ നടത്തിയിട്ടാണ് നമ്മൾ എന്ത് നിർമ്മിക്കുക, നമ്മുടെ ആൽക്കഹോൾ, എത്തനോള് നിർമ്മിക്കുക. ഇസ് ഇറ്റ് ക്ലിയർ? ഇനി അപ്പോൾ ഈസ്റ്റിനകത്ത് 2 എൻസൈം ഉണ്ട്. ഏതാ? ഇൻവെർട്ടേസും സൈമേസും. ആദ്യം ആര് പ്രവർത്തിക്കും? ഇൻവെർട്ടേസ് എന്താ ചെയ്യുക? സൂക്രോസിനെ എന്താക്കി മാറ്റും? ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റും അല്ലേ? ഇനി സൈമേസോ? ഈ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഫ്രക്ടോസിനെ ആ സൈമേസ് എന്താക്കി മാറ്റും? എഥനോൾ C2H5OH കാർബൺ ഡൈ ഓക്സൈഡും ആക്കിയിട്ട് എന്ത് ചെയ്യും? മാറ്റും. നമ്മൾ പഠിച്ചതല്ലേ? ഇനി ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ, എന്താ പറയുന്നത്? അപ്പോൾ ആദ്യം അത് പറഞ്ഞു. ഇൻ ഈസ്റ്റിനകത്ത് കൺവേർട്സ് ദ ഷുഗർ സൊല്യൂഷൻ ഇൻ ടു ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ്. ഒരു എൻസൈം ഉണ്ട്, ഇൻവെർട്ടേസ് ആണ്. അത് എന്ത് ചെയ്യും? സൂക്രോസിനെ, നമ്മളെ കരിമ്പിലുള്ള ഷുഗർ, പഞ്ചസാര സൂക്രോസ് ആണ്. ആ സൂക്രോസ് പഞ്ചസാര ലൈനിൽ സൂക്രോസിനെ എന്താക്കി മാറ്റും? ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കിയിട്ട് എന്ത് ചെയ്യും? മാറ്റും. ദെൻ ആ അടുത്ത എൻസൈം സൈമേസ് എന്ത് ചെയ്യും? അതിനെ എഥനോൾ ആക്കിയിട്ട് മാറ്റും. റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻസ് ഓഫ് ദ റിയാക്ഷൻ. ആ റിയാക്ഷൻ്റെ ഇക്വേഷൻ എഴുതാനാണ്. അപ്പോൾ ആദ്യം നമുക്ക് എന്താ അറിയണം? നമ്മളെ സൂക്രോസിൻ്റെ ഫോർമുല. എന്താ സൂക്രോസിൻ്റെ ഫോർമുല? C12H22O11. അതിലോട്ട് നമ്മൾ എന്ത് ചേർക്കുന്നു? ആദ്യം പറയുന്നുണ്ട് വെള്ളം ചേർത്തിട്ട് നമ്മൾ അതിന് എന്ത് ചെയ്യും? ഡൈല്യൂട്ട് ചെയ്യും. ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം ഞാൻ താഴെ എഴുതാം കേട്ടോ. ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അതിലോട്ട് എന്ത് ചേർക്കും? ഈസ്റ്റിൽ ആദ്യത്തെ എൻസൈം പ്രവർത്തിക്കാരാ? ഇൻവെർട്ടേസ് എന്ത് ചെയ്യും? ഈ സൂക്രോസിന് ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റും. എന്താ ഗ്ലൂക്കോസിൻ്റെയും ഫ്രക്ടോസിൻ്റെയും പ്രത്യേകത? അവർ ഐസോമറുകളാണ്. അവരുടെ രണ്ടുപേരുടെയും മോളിക്കുലർ ഫോർമുല സെയിം ആണ്. എന്താ മോളിക്കുലർ ഫോർമുല? C6H12O6. ഇതേപോലത്തെ എന്ത് കിട്ടും? C6H12O6 കൂടെ കിട്ടും. പക്ഷെ പ്രത്യേകത എന്താ? ഒരാൾ ഗ്ലൂക്കോസ് ആണ്, ഒരാൾ എന്താണ്? ഫ്രക്ടോസ് ആണ്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ അല്ലേ? അടുത്ത സ്റ്റെപ്പ്, 2 സ്റ്റെപ്പ് എഴുതാൻ പറഞ്ഞിട്ട്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താ? അടുത്ത സ്റ്റെപ്പിൽ ഇപ്പം കിട്ടിയ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഫ്രക്ടോസ് ഇതിൽ ഏതെങ്കിലും ഒന്ന് എടുക്കുക. C6H12O6നെ നമ്മുടെ സൈമേസിലെ എന്താക്കി മാറ്റും? C2H5OH അഥവാ നമ്മളെ എത്തനോളും അതേപോലെ തന്നെ എന്താക്കി മാറ്റും? പ്ലസ് CO2 കാർബൺ ഡൈ ഓക്സൈഡും ആക്കിയിട്ട് എന്ത് ചെയ്യും? മാറ്റും. ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. വാട്ട് ഈസ് പവർ ആൽക്കഹോൾ? പവർ ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ എന്താ? എത്തനോളും അതേപോലെ തന്നെ പെട്രോളും. 80% പെട്രോളും അതേപോലെ തന്നെ 20% എന്ത്? എഥനോളും ചേർത്ത് മിക്സ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ആ മിക്സ്ചറിനെ നമുക്ക് എന്തായിട്ട് ഉപയോഗിക്കുക? ഫ്യൂവലായിട്ട്, ഇന്ധനമായിട്ട് ഉപയോഗിക്കുക. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? പവർ ആൽക്കഹോൾ. ഇത് ആവശ്യമില്ല, അടുത്ത പാർട്ടാണ്. അടുത്ത നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളെ നിങ്ങളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, നമ്മുടെ പീരിയോഡിക് ടേബിളിൻ്റെ ചാപ്റ്ററിൽ നിന്നുള്ള നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ചോ. ദ ആറ്റംസ് ഓഫ് എലമെൻറ്റ്സ് A and B ഈച്ച് ഹാവ് 3 ഷെൽസ്. 2 ആറ്റംസ് തന്നിട്ടുണ്ട്, എയും ബിയും. എക്കും 3 ഷെല്ലുകളുണ്ട്, ബിക്കും എന്തുണ്ട് എന്നാ പറഞ്ഞത്? 3 ഷെല്ലുകളുണ്ട്. ക്ലിയർ? ഇനി എലമെൻറ്റ് എ ബിലോങ്സ് ടു ഗ്രൂപ്പ് 13 ആൻഡ് എലമെൻറ്റ് ബി ബിലോങ്സ് ടു ഗ്രൂപ്പ് 16. എ എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ ഗ്രൂപ്പ് തന്നിട്ടുണ്ട് എത്ര? 13 ആണ്. അതേപോലെ ബീൻ്റെ ഗ്രൂപ്പ് എത്രയാണ്? 16 ആണ്. ഫസ്റ്റ്
റൈറ്റ് ദ സബ്സ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എൻ്റെ സബ്സ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇത്. അപ്പോൾ ഇത് എഴുതാൻ നമുക്ക് ആകെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഷെല്ല് ഏതാ, എത്ര ഷെല്ലുണ്ട്, 3 ഷെല്ല്. അപ്പോൾ ലാസ്റ്റ് ഇലക്ട്രോൺ വരെ എവിടെ ആയിരിക്കും, 3ാമത്തെ ഷെല്ലിൽ അല്ലേ. അപ്പോൾ ലാസ്റ്റ് ഇലക്ട്രോൺ വരുന്ന സബ് ഷെല്ല് ഏതോ 3ാമത്തെ ഷെല്ലിലത്തെ സബ് ഷെല്ലാണ്, നമുക്ക് മനസ്സിലായി. ഇനി അതിൻ്റെ ഗ്രൂപ്പ് നോക്കിയടാ 13. ഗ്രൂപ്പ് 13 പറയുമ്പോൾ ഏതാ ബ്ലോക്ക്, പി ബ്ലോക്കാണ്. കാരണം 12 മുതൽ 18 വരെയുള്ളത് പി ബ്ലോക്കാണ് അല്ലേ. ഒക്കെ അറിയാം, 1ഉം 2ഉം ഏതാണ്, എസ് ബ്ലോക്കാണ്. 12 മുതൽ 18 പി ബ്ലോക്ക്, 13 മുതൽ 18 വരെ പി ബ്ലോക്കാണ്. ദെൻ മാറിപ്പോയതാണ്, 13 മുതൽ 18 വരെ പി ബ്ലോക്കാണ്. അടുത്തത് ഇതിൻ്റെ അടിയിലുള്ള ആൾക്കാർ, അഥവാ 3 മുതൽ 12 വരെ ഏതാ ബ്ലോക്ക്, ഡി ബ്ലോക്കാണ്. പിന്നെ എഫ് ബ്ലോക്ക് താഴെയാണ്, ലാന്തനോടും ആക്ടിനോടും നമുക്ക് അറിയാം. അപ്പോൾ 13ാം ഗ്രൂപ്പാണ് എ എന്ന് നമുക്ക് മനസ്സിലായി. 13ാം ഗ്രൂപ്പ് ആണെങ്കിൽ അതിന് അർത്ഥം ഏത് ബ്ലോക്കാടാ, പി ബ്ലോക്കാണ്. എപ്പോഴും പി ബ്ലോക്ക് ആവുക, ലാസ്റ്റ് ഇലക്ട്രോൺ എവിടെ വരുമ്പോൾ, പി സബ് ഷെല്ലിൽ വരുമ്പോൾ. അപ്പോൾ ലാസ്റ്റ് ഇലക്ട്രോൺ പിയിലാണ് വന്നത്. അപ്പോൾ 3p ആണെന്ന് മനസ്സിലായി. എങ്ങനെ 3p, 3 ഷെല്ലുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഇലക്ട്രോൺ 3ാമത്തെ ഷെല്ലിലാണ്. ഗ്രൂപ്പ് 13 ആയതുകൊണ്ട് അതിൻ്റെ ലാസ്റ്റ് ഇലക്ട്രോൺ വന്നത് പി സബ് ഷെല്ലായിരിക്കും, കാരണം അത് പി ബ്ലോക്കാണ്. അപ്പോൾ 3p ആണെന്ന് മനസ്സിലായി. ഇനി ആ പിയിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് കിട്ടണ്ടേ, എങ്ങനെ പിയിൽ ഇലക്ട്രോൺ എണ്ണം കാണുക, ശ്രദ്ധിച്ചോ. ഗ്രൂപ്പ് 13 പറഞ്ഞാൽ എങ്ങനെ നമ്മൾ പി ബ്ലോക്കിന്റെ ഗ്രൂപ്പ് കാണാം, അവസാനത്തെ പിയിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് അത് കൂടെ എത്ര കൂട്ടണം, 12 കൂട്ടണം. അപ്പോഴാണ് ഗ്രൂപ്പ് നമ്പർ കിട്ടുക. ഇവിടെ ഗ്രൂപ്പ് നമ്പർ 13 ആണ്. അപ്പോൾ അതിനർത്ഥം എന്താ, ആ പിയിലുള്ള ഇലക്ട്രോൺ കൂടെ എത്ര കൂട്ടിയപ്പോൾ 12 കൂട്ടിയപ്പോഴാണ് 13 കിട്ടിയത്. ഒരു സംഖ്യ കൂടെ 12 കൂട്ടി 13 കിട്ടിയെന്ന് പറഞ്ഞാൽ അതിനർത്ഥം അതിലുള്ള സംഖ്യ എത്ര, 1. അപ്പോൾ അതിനർത്ഥം 3p 1 ആയിരിക്കും ഉണ്ടാവുക. ഇസ് ഇറ്റ് ക്ലിയർ? അങ്ങനെ ഇതിൻ്റെ ബാക്കി എഴുതി കൂടെ, 1s2 2s2 2p6 3s2 3p1. ഇനി ഇതേപോലെ നമുക്ക് വേണമെങ്കിൽ ആരുടെ എഴുതാം, ബീൻ്റെ എഴുതാം. ബീൻ്റെ അവിടെ ചോദിച്ചില്ല, ബീൻ്റെ എഴുതാം എങ്ങനെ, അവിടെ നോക്ക്, ബീൻ്റെ ഗ്രൂപ്പ് നമ്പർ 16 ആണെന്ന് പറഞ്ഞത്. അപ്പോൾ അതിനർത്ഥം ബീൻ്റെ ഗ്രൂപ്പ് 16 എന്ന് പറയുമ്പോൾ ബിയും ഏതാണ്, പി ബ്ലോക്കാണ്, കാരണം 16ാം ഗ്രൂപ്പ് അല്ലേ. അപ്പോൾ അവിടെ 3 ഷെല്ലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ലാസ്റ്റ് 3p തന്നെയാണ്. പക്ഷേ ആ 3pയിൽ വരെ എത്ര, 1 അല്ല, 16ആണ് ഗ്രൂപ്പ്. എങ്ങനെ ഗ്രൂപ്പ് കിട്ടുക, പിൻ്റെ ആ ഉള്ള പിയിലുള്ള ഇലക്ട്രോൺ കൂടെ എത്ര കൂട്ടണം, 12 കൂട്ടണം. അപ്പോൾ ഏതോ ഒരു സംഖ്യ കൂടെ 12 കൂട്ടിയപ്പോൾ 16 കിട്ടി. അപ്പോൾ സംഖ്യ എത്ര, 16ന്ന് 12 കുറച്ചാൽ മതി, എത്ര, 4, 3p4. അപ്പോൾ 1s2 2s2 2p6 3s2 3p4. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ അല്ലേ? ഇതിങ്ങനെ പല ഹിൻറ്റുകൾ വന്നിട്ട് എന്ത് ചെയ്യും, ചോദിക്കും. ഓക്കെ, അടുത്തത് വിച്ച് ബ്ലോക്ക് ഡു ദീസ്. ഓരോ ഈ 2 ഗ്രൂപ്പ് എലമെൻറ്റ് വരുന്നത് ഏത് ബ്ലോക്കിലാണ്, പി ബ്ലോക്കിലാണ്. വാട്ട് ഈസ് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് എ ഇൻ ഇറ്റ്സ് ക്ലോറൈഡ് കോമ്പൗണ്ട്. വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആദ്യം നമുക്ക് ഇപ്പോൾ തന്നെ എയും ബിയും കമ്പൈൻ ചെയ്യുമ്പോൾ, അവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചില്ല, പരീക്ഷയ്ക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. എയും ബിയും കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുന്ന കോമ്പൗണ്ടിൻ്റെ അഥവാ സംയുക്തത്തിൻ്റെ മോളിക്കുലർ ഫോർമുല, തന്മാത്ര വാക്യം ഒന്ന് എഴുതി വെക്കാം. അപ്പോൾ ആദ്യം നമുക്ക് എന്തറിയണം, ഒരു കോമ്പൗണ്ട് എപ്പോഴാണ് ഉണ്ടാവുക, നമുക്ക് ഇവിടെ അയോണിക് കോമ്പൗണ്ടുകളാണ് ഉദ്ദേശിക്കുന്നത്. അയോണിക് സംയുക്തങ്ങൾ നമ്മളോട് ചോദിക്കുള്ളൂ. അപ്പോൾ അതിലൊരു ആനിയോൺ ഉണ്ടാവും, അതേപോലെ ഒരു കാറ്റയോൺ ഉണ്ടാവും. എന്താ ആനിയോൺ എന്ന് പറഞ്ഞാൽ, പോസിറ്റീവ് ചാർജുള്ള ആളും അതേപോലെ തന്നെ നെഗറ്റീവ് ചാർജുള്ള ആളും, ഇവർ തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുക, ഒരു കോമ്പൗണ്ട് സംയുക്തം കിട്ടുക. അപ്പോൾ നമ്മൾക്ക് തന്നതിൽ നിന്ന് കാറ്റയോണും ആനിയോണും കണ്ടെത്തണം. ആരാണ് കാറ്റയോൺ? കാറ്റയോൺ പോസിറ്റീവും ആനിയോൺ ആരാണ്, നെഗറ്റീവാണ്. നമുക്കറിയാം, നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രിയിൽ എന്ത് ചെയ്താണ്, വൈദ്യുത രസതന്ത്ര ഇലക്ട്രോ കെമിസ്ട്രിയിൽ എന്ത് ചെയ്താണ്, പഠിച്ചതാണ്. അപ്പോൾ നോക്കിയേ, ഇനി ഏതാണ് ആനിയോൺ ഏതാ കാറ്റയോൺ മനസ്സിലാക്കാനുള്ള ഒരു എളുപ്പ വഴിയാണ് പറഞ്ഞത്. ശ്രദ്ധിച്ചു, നമുക്ക് ഗ്രൂപ്പ് നോക്കി മാത്രം എന്ത് കണ്ടെത്താം, നമുക്ക് അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ത് ചെയ്യുക, കണ്ടെത്താം. ശ്രദ്ധിച്ചു, ഞാൻ അവിടെ ഒരു ടേബിൾ വരക്കണം, ഒരു കുഞ്ഞ് ടേബിൾ, അത് വെച്ചാൽ തീർക്കുന്ന പ്രശ്നമുള്ളൂ കേട്ടോ. ഞാൻ അവിടെ മേലെ എഴുതുന്നത് ഗ്രൂപ്പ് നമ്പറും താഴെ എഴുതുന്നത് അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ അല്ലെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. 2 ടേബിൾ. ഓക്കെ, ഇതിൽ ഞാൻ എസ് ബ്ലോക്കിനെയും പി ബ്ലോക്കിനെയും മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഡി ബ്ലോക്ക് ഉൾപ്പെടുത്താത്തതിന് കാരണം ഡി ബ്ലോക്ക് ഡിഫറൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റാണ് കാണിക്കുക, വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ അല്ലേ. നിറമുള്ള സംയുക്തങ്ങൾ കളേർഡ് കോമ്പൗണ്ട് ഉണ്ടാക്കും, വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കും, ഒക്കെ പഠിച്ചിട്ടില്ലേ. അപ്പോൾ ഡി ബ്ലോക്കിന് നമുക്ക് ഇവിടെ കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എടുക്കുന്ന ഗ്രൂപ്പുകൾ നോക്കിക്കോ, 1 ഉണ്ട് 2 ഉണ്ട്, ഇതേതാ എസ് ബ്ലോക്ക്, ബാക്കി ഏതാ പി ബ്ലോക്ക്. അപ്പോൾ 13 14 15 16 17 18 വേണ്ട, കാരണം 18ാം ഗ്രൂപ്പ് ഏതാ, ഉത്കൃഷ്ടവാതകങ്ങളാണ്. ഉത്കൃഷ്ടവാതകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ, നോബിൾ ഗ്യാസസ് അല്ലേ. അവർക്ക് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കാനുള്ള എന്തില്ല, കഴിവില്ല. സോ അവരുടെ നമ്മൾ വാലൻസിയും ഓക്സിഡേഷൻ നമ്പർ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, ഇനി നോക്കിക്കോ, 1ാം ഗ്രൂപ്പിൻ്റെ ഇവിടെ നിന്ന് നോക്കിക്കോ, ഇതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ +1, ഇത് +2, ഇത് 13 അല്ലേ. അപ്പോൾ ഏതാ +3. 14 ആവുമ്പോൾ അവിടെ +4 ആവാം -4 ആവാം, പിന്നെ കുറഞ്ഞു വരിക. 15 ആവുമ്പോൾ എത്ര, -3. 16 ആവുമ്പോഴോ -2. 17 ആവുമ്പോഴോ -1. അപ്പോൾ ഒരു ഓർഡറിലെ മക്കളെ നോക്കിക്കേ, +1 +2 +3 +4 അല്ലെങ്കിൽ -4 -3 -2 -1. അപ്പോൾ ഈ ഗ്രൂപ്പ് ഒരു എലമെൻറ്റ് തന്ന് നമുക്ക് കോമ്പൗണ്ട് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ അതിൻ്റെ ഗ്രൂപ്പ് അങ്ങോട്ട് കണ്ടെത്തുക, പിന്നെ ഈ ഓർഡർ പഠിക്കുക. 1 ആവുമ്പോൾ +1, 2 ആവുമ്പോൾ +2, 13 +3, 3ന് പകരം 13, 14 ആവുമ്പോൾ +4 ആവും -4 ആവും, പിന്നെ കുറയുക. 15 ആവുമ്പോൾ -3, 16 ആവുമ്പോൾ -2, 17 ആവുമ്പോൾ -1. ക്ലിയർ? ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിയേ, ഇതിൽ നമുക്ക് എയും ബിയും 2 എലമെൻറ്റ്സ് അല്ലേ തന്നെ. എ ഏത് ഗ്രൂപ്പാണ്? 13ാം ഗ്രൂപ്പ്. അപ്പോൾ അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്തായിരിക്കും, +3. അപ്പോൾ നമുക്ക് കിട്ടി എന്ന് കിട്ടുന്ന അയോൺ ആരാണ്, A +3 അയോണാണ്. അപ്പോൾ ഇവിടെ ആനയോൺ ആണോ കാറ്റയോൺ ആണോ? വെരി ഗുഡ്. ഏതാണ്? കാറ്റയോൺ ആണ്.
പ്ലസ് ഏതാ ബി. ബിൻ്റെ ഗ്രൂപ്പ് നമ്പർ എത്ര പറടാ? ബിൻ്റെ ഗ്രൂപ്പ് നമ്പർ 16 അല്ലേ? അപ്പോൾ അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്തായിരിക്കും? -2. അപ്പോൾ അവിടുന്ന് ബിന്ന് കിട്ടിയ അയോൺ കിട്ടിയില്ലേ? ബിന്ന് കിട്ടുന്ന അയോൺ ആരാ? ബി -2. അപ്പോൾ ബി എന്താണ്? ആനയോൺ ആണ്. ഓക്കെ, അപ്പോൾ കാറ്റയോണും കിട്ടി ആനയോണും കിട്ടി. ഞാനിവിടെ താഴെ എഴുതാം. ഇനി എപ്പോഴും നമ്മൾ കോമ്പൗണ്ട് എഴുതുമ്പോൾ ആദ്യം ആരെ എഴുതണടാ? കാറ്റയോൺ എഴുതണം. എന്നിട്ട് എന്ത് എഴുതാൻ പാടുള്ളൂ? ആനയോൺ എഴുതാൻ പാടുള്ളൂ. ക്ലിയർ? അപ്പോൾ നോക്കിക്കോ, A+3 പ്ലസ് B -2. ഇനി എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ ചാർജിന് ഇതിൻ്റെ നമ്പറായിട്ടും ഇതിൻ്റെ ചാർജിന് ഇതിൻ്റെ നമ്പറായിട്ടും കൊടുക്കുക. അപ്പോൾ എന്താ വരിക? എൻ്റെ താഴെ 2 വരും, ബീൻ്റെ താഴെ 3 വരും. ഒരിക്കലും എ ആദ്യം വന്നുകൊണ്ട് എ ആദ്യം എഴുതി, ബി പിന്നെ വന്നുകൊണ്ട് ബി എഴുതി, അങ്ങനെയല്ല. എപ്പോഴും കാറ്റോൺ ആണ് എഴുതേണ്ടത്. ഇനിയിപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോ, നിങ്ങൾ തെറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ ആയിരിക്കും ചിലപ്പോൾ. ബി ആണ് +3, A -2 കിട്ടി. അപ്പോൾ നമ്മൾ എങ്ങനെ കോമ്പൗണ്ട് എഴുതുക? ആദ്യം അപ്പോൾ എ എഴുതരുത് ഒരു കാരണവശാലും. അപ്പോൾ നമ്മൾ ആദ്യം പോസിറ്റീവ് ഉള്ള ആളെ ആദ്യം എഴുതാന്ന് ഓർക്കുക. അപ്പോൾ എന്താ എഴുതുക? B+3യും A -2 ചേർന്ന് കിട്ടുക ഇതിൻ്റെ ഇതിൽ. അപ്പോൾ എന്താ വരിക? B2A3. ക്ലിയർ അല്ലേ? ഇവിടെ നമ്മൾ ഇതല്ല ചോദിച്ചാൽ ഞാൻ ഇത് ഇങ്ങനെയും ക്വസ്റ്റ്യൻ വരുമെന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇതിലില്ല, പക്ഷെ വരും. ഇവിടെ ചോദിച്ചത് എന്താ? വാട്ട് ഈസ് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് എ ഇൻ ഇറ്റ്സ് ക്ലോറൈഡ് കോമ്പൗണ്ട്? എയും ക്ലോറിനും ചേർന്നിട്ട് എന്തുണ്ടാക്കി? അതിൻ്റെ ക്ലോറൈഡ് ഉണ്ടാക്കി. ഓക്കെ, അപ്പോൾ അതിൽ എൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്തായിരിക്കും? അതിന് ക്ലോറിൻ്റെ ഒന്നും ആവശ്യമില്ല. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിക്കോ, എയും ക്ലോറിനും ചേർന്ന്. ക്ലോറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്താ? -1. ഈ തന്നത് പ്രകാരം കേട്ടോ, Cl -1. ഓക്കെ അല്ലേ? ഇത് വെച്ചിട്ട് എങ്ങനെയല്ലാതെ എങ്ങനെയാണെന്ന് പറഞ്ഞത്. ഇപ്പോൾ എ ഏത് ഗ്രൂപ്പാ? നമുക്ക് മനസ്സിലായി. ഏത് ഗ്രൂപ്പാടാ? എ 13ാം ഗ്രൂപ്പാണ്. അപ്പോൾ അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താ? +3 ആണ്. നമുക്ക് ഓൾറെഡി കിട്ടിയില്ലേ? ക്ലിയർ? അപ്പോൾ അതിൻ്റെ കോമ്പൗണ്ട് എങ്ങനെ ഉണ്ടാക്കുക പറ? ഇതിൻ്റെ ചാർജ് ഇതിനും ഇതിൻ്റെ ചാർജ് ഇതിനും കൊടുക്കണ്ടേ? അപ്പോൾ എന്താ വരിക? എക്ക് 1 വരും. 1 ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നില്ല, അത് എഴുതണമെന്നില്ല. അപ്പോൾ തൽക്കാലം 1 അവിടെ നിൽക്കട്ടെ. Cl എന്തും വരും? 3. അപ്പോൾ എന്താ കോമ്പൗണ്ട് വരിക? ACl3. ഇവിടെ എൻ്റെ ഓക്സിഡേഷൻ നമ്പറാണ് ചോദിച്ചത്. എ ഓക്സിഡേഷൻ നമ്പർ എന്താ? +3. അത് കാണാൻ Clൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം അതിൻ്റെ ഗ്രൂപ്പ് കിട്ടുക, ഗ്രൂപ്പിൽ നിന്ന് എന്ത് കണ്ടെത്തുക? ഓക്സിഡേഷൻ നമ്പർ കണ്ടെത്തുക. അപ്പോൾ എൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്തായിരിക്കും? +3 ആയിരിക്കും. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. 1 molecule of an organic compound contain 4 carbon atom, 10 hydrogen atom. ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ ഒരു ഓർഗാനിക് സംയുക്തം, അതിൽ 4 കാർബണും ഉണ്ട്, എന്തുകൊണ്ട്? 10 ഹൈഡ്രജനും ഉണ്ട്. അപ്പോൾ നോക്കിക്കോ, ശ്രദ്ധിച്ചോ, C5H10. നോക്കിക്കോ. സോറി ഞാനിത് നട്ടുച്ചക്ക റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് വിശന്നിട്ടുണ്ട്, അതുകൊണ്ട് ചില മിസ്റ്റേക്കുകൾ ഉണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ച് കാണണേ. അപ്പോൾ എന്താ വരിക? C4H10. പറ, സീൻ്റെ എണ്ണം നമ്മൾ എന്തെടുക്കുക? N. ഇതെന്താ? എന്നിൻ്റെ ഇരട്ടിയാണെങ്കിൽ അതേതാ? ആൽക്കീനാണ്. എന്നിൻ്റെ ഇരട്ടി കൂടെ 2 കൂട്ടിക്കണമെങ്കിൽ അതേതാ? ആൽക്കെയിനാണ്. എന്നിൻ്റെ ഇരട്ടിയിൽ നിന്ന് 2 കുറച്ചുകൂടെ ഏതാ? ആൽക്കൈനാണ്. പറ, N എത്ര? 4. 4ൻ്റെ ഇരട്ടി 8. അപ്പോൾ അത് ആൽക്കീൻ അല്ലല്ലോ. 8 നിന്ന് 2 കുറച്ച് 6. അപ്പോൾ അത് ആൽക്കൈനും അല്ലല്ലോ. 8 കൂടി 2 കൂട്ടിയ 10. അപ്പോൾ അത് ഏതാണ്? പറ, ആൽക്കെയിൻ. അപ്പോൾ നമുക്കിത് കിട്ടി. ഇത് ഏതാണ്? ആൽക്കെയിൻ ആണെന്ന് കിട്ടി. ഇവിടെ ആവശ്യമുണ്ടോ ഇല്ല എനിക്കറിയില്ല. അങ്ങനെയാണ് ഇത് കണ്ടെത്തുക. നമുക്ക് ഹോമോലോഗ് സീരീസ് ഏതാന്ന് ചോദിക്കും ഇതിൻ്റെ. അത് ഏതാണ്? ആൽക്കെയിൻ ആണ്. ഓക്കെ, അടുത്ത റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദീസ് കോമ്പൗണ്ട്. അപ്പോൾ നമ്മളോട് ഇതിൻ്റെ സ്ട്രക്ചർ വരക്കണം. അപ്പോൾ 4 കാർബൺ ഉണ്ട്, എത്ര ഹൈഡ്രജൻ ഉണ്ട്? 10 ഹൈഡ്രജൻ. അത് വെച്ച് വരക്കണമെങ്കിൽ നമുക്ക് മനസ്സിലാവും ആ സിംഗിൾ ബോണ്ട് ആണോ, ഡബിൾ ബോണ്ട് ആണോ, ട്രിപ്പിൾ ബോണ്ട് ആണോ, ഏകബന്ധനാണോ, ദ്വിബന്ധനാണോ, ത്രിബന്ധനാണോ നമുക്ക് അറിയണ്ടേ? അത് അറിയാൻ എങ്ങനെ? അത് അറിയാൻ അപ്പോൾ നമ്മളത് എന്താണെന്ന് കണ്ടെത്തി. ആൽക്കെയിൻ ആണോ, ആൽക്കീൻ ആണോ, ആൽക്കൈൻ ആണോ എന്ന് കണ്ടെത്തി. അപ്പോൾ അതെന്താണ്? ആൽക്കെയിൻ ആണ്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് വരക്കുന്നതിലൊക്കെ എന്ത് ബോണ്ടാ? സിംഗിൾ ബോണ്ടാ. ഇനി നമ്മൾ ഹൈഡ്രജൻ കൊടുത്ത് ഫില്ല് ചെയ്യുക. അപ്പോൾ അവിടെ എത്ര ഹൈഡ്രജനാണ്? 3 2 2 3. ക്ലിയർ അല്ലേ? അപ്പോൾ C4H10. അടുത്ത എന്താ? Write the structural formula of another organic compound with the same molecular formula but a different functional group. ഇതേ ഓക്കെ, അതിലൊരു പോയിന്റ് വിട്ടിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചോ, ഇതിനൊരു സെക്കൻഡ് പാർട്ടും കൂടെ ഉണ്ട് കേട്ടോ. ശ്രദ്ധിച്ചോ, അതാണ് ചാടി കയറിയ ആൻസർ പറയരുത്. ഇപ്പോൾ ഏതായാലും നന്നായി 2 ക്വസ്റ്റ്യൻ പറയാനായല്ലോ. ഇവിടെ ഒരു കാര്യം കൂടെ പറയേണ്ടത്. ഇവിടെ എന്താ? ഇതിനകത്തൊരു ഫംഗ്ഷൻ ഗ്രൂപ്പ് ഉണ്ട്. ഏത് ഫംഗ്ഷൻ ഗ്രൂപ്പ്? ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. അപ്പോൾ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആരാ? OH. ആ OH കൂടെ ചേർത്തിട്ടാണ് ഇതിൻ്റെ ഫോർമുല എന്ത് വന്നേ? C4H10 വന്നേ. ക്ലിയർ അല്ലേ? അപ്പോൾ ശ്രദ്ധിച്ചോ, എന്നിട്ട് നമ്മളോട് ഇതിൻ്റെ എന്ത് വരക്കാൻ പറഞ്ഞിരിക്കുകയാണ്? നമ്മുടെ സ്ട്രക്ചറൽ ഫോർമുല. അപ്പോൾ മനസ്സിലാക്കി എത്ര കാർബൺ ഉണ്ട്? 4 കാർബൺ ഉണ്ട്. അതിൽ എന്തുണ്ട്? OH ഉണ്ട്. OH എവിടെയാണെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. നമുക്ക് ഇഷ്ടമുള്ളടത്ത് എന്ത് കൊടുക്കുക? OH കൊടുക്കുക. അപ്പോൾ ഞാൻ അവിടെ എന്ത് കൊടുത്തു? OH. ഈ കാർബണിൽ എന്ത് കൊടുത്തരാ? OH കൊടുത്തു. ബാക്കി C4H10 പറഞ്ഞാൽ നമുക്ക് മനസ്സിലാതെ ഏതാണ്? ആൽക്കെയിൻ ആണ്. സോ നമുക്ക് ഇതിൻ്റെ ഇടയിൽ എന്ത് ബോണ്ടായിരിക്കും? സിംഗിൾ ബോണ്ടായിരിക്കും, അഥവാ ഏകബന്ധനം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ ഞാൻ എന്ത് കൊടുത്തു? ഏകബന്ധനം കൊടുത്തു, സിംഗിൾ ബോണ്ട് കൊടുത്തു. ഇനി ഹൈഡ്രജൻ കൊടുക്കും. ഇവിടെ എത്ര? C3. ഇവിടെ എത്രയാടാ? C2. ഇവിടെ എത്ര? C2. ക്ലിയർ? ഇനിയോ ഇവിടെ നോക്കിയേ, ഇവിടെ 1 2 ഇതിൻ്റെ 2 എണ്ണം കഴിഞ്ഞു. ഇവിടെ അപ്പോൾ എത്രയേ വരുള്ളൂ? H2. ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്, നമ്മൾ ശരിയാണോ എന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കുക. ഇവിടെ എത്ര? 1 2 3 4 4 കാർബൺ C4. 3 2 5 5 2 7 7 3 9 9 1 10 C4H10.
പിന്നെ അതിനകത്ത് എന്തുണ്ട് ഒരു ഓക്സിജൻ ആറ്റം ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ഓക്സിജൻ ആറ്റം എന്താ വരിക? ഓ C4H10O. ക്ലിയർ? ഇതാണ് ഇതിൻ്റെ എന്ത് വരിക? മോളിക്കുലാർ ഫോർമുല വരിക. അപ്പോൾ നമ്മൾ അതിൻ്റെ എന്ത് വരച്ചു? സ്ട്രക്ചർ വരച്ചു. ഇനിയോ ഇതേ ഫോർമുല വരണം, പക്ഷേ അതിൻ്റെ എന്ത് മാറണം? ഫംഗ്ഷണൽ ഗ്രൂപ്പ് മാറണം. അപ്പോൾ നമ്മളോട് എന്താ ചോദിച്ചത്? ഒരേ ഫോർമുലയും വ്യത്യസ്ത ഫംഗ്ഷണൽ ഗ്രൂപ്പും. അപ്പോൾ എന്തായിരിക്കും? അത് ഫംഗ്ഷണൽ ഐസോമർ ആയിരിക്കും. അപ്പോൾ OH വരുമ്പോൾ അതിൻ്റെ ഫംഗ്ഷണൽ ഐസോമർ ആരാ? ആൽക്കഹോളിൻ്റെ ഫംഗ്ഷണൽ ഐസോമർ ആരാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? ആരാ? ഈതറാണ് അല്ലേ? O വരുന്ന ഗ്രൂപ്പാണ്. അപ്പോൾ നമ്മൾ എന്താ വരക്കണ്ടേ? ഈതറിൻ്റെ ഫംഗ്ഷൻ ഗ്രൂപ്പ് ആരാ? O. ഓൻ്റെ രണ്ട് സൈഡിലും കൂടെ എത്ര കാർബൺ വേണമെന്ന് മനസ്സിലായത്? 4 കാർബൺ. അപ്പോൾ ഇവിടെയും 2 കാർബൺ, ഇവിടെയും 2 കാർബൺ. അല്ലെങ്കിലോ ഓരോരുത്തർ 3, ഓരോരുത്തർ എന്തും കൊടുക്കുക? 2 കൊടുക്കുക. നിങ്ങൾ ഇഷ്ടമാണ് കേട്ടോ. ഇനി ഇവിടെ ഹൈഡ്രജൻ കൊടുത്ത് ഫില്ല് ചെയ്യുക. ഇവിടെ എത്ര വരിക? C3, C2, C2, C3. നിങ്ങൾ എണ്ണി നോക്കിയാൽ ഇതിൻ്റെ ഫോർമുല എന്തെന്നെ വരിക? C4H10O ആണ് വരിക. അപ്പോൾ ഇന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ആൽക്കഹോൾ തന്നിട്ട് ഫംഗ്ഷണൽ ഐസോമർ ചോദിച്ചാൽ ഈതറാണ്. തിരിച്ച് ഈതർ തന്നാലോ ആൽക്കഹോളാണ്. പിന്നെ അവിടെ പഠിച്ച രണ്ടാമത്തെ ഗ്രൂപ്പ് ആരാണ്? പറ. വെരി ഗുഡ്. ആരാണ്? കീറ്റോണും പിന്നെ ആരാ? നമ്മളെ ആൾഡിഹൈഡും അല്ലേ? CHO ഗ്രൂപ്പും അതേപോലെ തന്നെ CO ഗ്രൂപ്പും. കീറ്റോണും ആൾഡിഹൈഡും പരസ്പരം എന്താണ്? ഫംഗ്ഷണൽ ഐസോമറുകളാണ്. നോട്ട് ദ പോയിന്റ്. അടുത്തത്, റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് എ പെയർ ഓഫ് പൊസിഷൻ ഐസോമേഴ്സ് വിത്ത് ദീസ് മോളിക്കുലാർ ഫോർമുല. അടുത്തതിൻ്റെ പൊസിഷൻ ഐസോമർ. അപ്പോൾ എല്ലാ ഐസോമറും കൂടെ ഒരുമിച്ച് ചോദിച്ചിരിക്കുക. പൊസിഷൻ ഐസോമർ വരക്കണം. പൊസിഷൻ ഐസോമർ വരക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള ഫംഗ്ഷൻ ഗ്രൂപ്പ് ആരാ? OH അല്ലേ? ആ OHൻ്റെ സ്ഥാനം നമ്മൾ മാറ്റണം. നേരത്തെ തന്നെ OHനെ എവിടെ കൊടുത്തത്? ഫസ്റ്റ് കാർബണിൽ. അപ്പോൾ OHനെ നമ്മൾ എവിടെ കൊടുക്കുക? സെക്കൻഡ് കാർബണിലോ തേർഡ് കാർബണിലോ കൊടുക്കുക. അപ്പോൾ ഇതേപോലെ 4 കാർബൺ എടുക്കുക. ഞാൻ അവിടെ OHനെ സെക്കൻഡ് കാർബണിൽ കൊടുത്തിട്ടു. ബാക്കിയുള്ളടത്തൊന്നും മാറ്റില്ല. ഇവിടെ CH3, ഇവിടെ CH2, ഇവിടെ എന്താ? ഇവിടെ CH, കാരണം ഇവിടെ 1, 2, 3 ബോണ്ട് കഴിഞ്ഞില്ലേ. പിന്നെ ഇവിടെ എന്താ? CH3. ഓക്കെ, നമ്മൾ വരച്ച് പഠിച്ചതാണ്, നമുക്കറിയാം. അടുത്തത്, റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ആൻ ഐസോമർ വിത്ത് ദ സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് വിത്ത് ഡിഫറെൻറ്റ് ആൽക്കൈൽ ഗ്രൂപ്പ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദ ഫംഗ്ഷൻ ഗ്രൂപ്പ്. നേരത്തെ നമ്മൾ വരച്ചില്ലേ? ആര്? ഇതിൻ്റെ പേരെന്താ? ഒരേ ഫോർമുല, ഒരേ ഫംഗ്ഷൻ ഗ്രൂപ്പ്, പക്ഷേ ഫംഗ്ഷൻ ഗ്രൂപ്പിൻ്റെ അപ്പുറമുള്ള കാർബൺ ചെയിനിൽ വ്യത്യാസം. അതിനൊരു പേരുണ്ടല്ലോ. എന്താ? പറ. യെസ്, വെരി ഗുഡ്. മെറ്റാമറിസം. ഏതാണ്? മെറ്റാമർ. അപ്പോൾ മെറ്റാമറിസം കാണിക്കുക ആരാണ്? നമ്മുടെ ഈതർ ഗ്രൂപ്പാണ് അല്ലേ? അപ്പോൾ ഈതർ ഗ്രൂപ്പ് നമ്മൾ നേരത്തെ വരച്ചില്ലേ? ഈതർ. എങ്ങനെ ഈതർ വരക്കുക? ഓ ഇട്ടിട്ട് എന്താ വരാത്തേ? അപ്പോൾ ശ്രദ്ധിച്ചു, എങ്ങനെ ഈതർ വരക്കുക? ഓൻ്റെ അപ്പുറം കൂടെ എത്ര കാർബൺ നമ്മൾ വരച്ചേ? 4 കാർബൺ അല്ലേ? ഇനി എന്താ ചെയ്യണ്ടേ? ഇതേ ഈതർ തന്നെ ഫംഗ്ഷൻ ഗ്രൂപ്പ് സെയിം ആണ്, ഫോർമുല സെയിം ആണ്, പക്ഷേ അപ്പുറമുള്ള ചെയിൻ മാറണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഒരു സൈഡിൽ എത്ര കാർബൺ വരക്കുക? 3 കാർബൺ വരക്കുക. ഒരു സൈഡിൽ എന്തും കൊടുക്കുക? 1 കാർബൺ കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഹൈഡ്രജൻ കൊടുത്തിട്ട് എന്ത് ചെയ്യുക? ഫില്ല് ചെയ്യുക. സിമ്പിൾ പരിപാടി. ഓക്കെ. അടുത്തത്, IUPAC നെയിം ഓഫ് എ കോമ്പൗണ്ട് ഈസ് Pent1-9. ഒരു കോമ്പൗണ്ടിൻ്റെ IUPAC നെയിം എന്താണ്? Pent1-9 ആണ്. എന്താ Pent1-9 എന്ന് പറഞ്ഞാൽ? 1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒന്നാമത്തെ കാർബണിലാണ്. വൈൻ മീൻസ് ട്രിപ്പിൾ ബോണ്ട്. അപ്പോൾ 5 കാർബണും ഉണ്ട്. അതിൽ ഒന്നാമത്തെ കാർബൺ ഒന്നെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ റൈറ്റിൽ നിന്ന് ഒന്നാമത്തെ കാർബണിൽ എന്തുണ്ട്? ട്രിപ്പിൾ ബോണ്ട്. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും വരിക. ബാക്കി നമ്മൾ എന്ത് കൊടുക്കുക? ഹൈഡ്രജൻ. ഇവിടെ എത്ര ഹൈഡ്രജൻ മതി? 1 ഹൈഡ്രജൻ മതി. ഇവിടെ ഹൈഡ്രജൻ വേണ്ട, കാരണം 1, 2, 3 ബോണ്ട്, 3 ഇവിടെ 1, 4 ബോണ്ട് കഴിഞ്ഞില്ല. അപ്പോൾ ഈ കാർബൺ എന്തില്ല? ഹൈഡ്രജൻ ഇല്ല. ഇവിടെ സാധാ പോലെ CH2, CH3. ഇനിയോ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ഹോമോലോഗസ് സീരീസ്? ഇത് ഉൾപ്പെടുന്ന ഹോമോലോഗസ് സീരീസ് പെൻഡൈൻ. ട്രിപ്പിൾ ബോണ്ട് വരുമ്പോൾ ഏതാ ഹോമോലോഗസ്? അതാണ് ഞാൻ നേരത്തെ സാധനം പറഞ്ഞത്. ഏതാ? ആൽക്കൈൻ. ഇത് ഉൾപ്പെടുന്ന ഹോമോലോഗസ് സീരീസ് ഏതാടാ? ആൽക്കൈൻ. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ഈ കോമ്പൗണ്ടിന്റെ സ്ട്രക്ചറൽ ഫോർമുല. ഇതിന്റെ ഘടനാവാക്യം വരക്കുക. ഘടനാവാക്യമാണ് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തത്? വരച്ചു വെച്ചത്. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് എ പെയർ ഓഫ് പൊസിഷൻ ഐസോമേഴ്സ് വിത്ത് ദീസ് മോളിക്കുലർ ഫോർമുല. എന്താ പൊസിഷൻ ഐസോമർ പറഞ്ഞാൽ? നമ്മൾ ഈ ട്രിപ്പിൾ ബോണ്ടിൻ്റെ ഈ ത്രിബന്ധനത്തിൻ്റെ എന്ത് മാറ്റുക? സ്ഥാനം മാറ്റുക. അപ്പോൾ ഇത് ഫസ്റ്റ് കാർബണിലല്ലേ? ഞാൻ എടുത്തിട്ട് എങ്ങോട്ട് കൊടുക്കുക? രണ്ടാമത്തിൽ കൊടുക്കുക. അപ്പോൾ അതിൻ്റെ എന്ത് കിട്ടും? പൊസിഷൻ. എന്താ പൊസിഷൻ പറഞ്ഞാൽ? എന്ത് മാറണം? സ്ഥാനം മാത്രം എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? മാറിക്കൊണ്ടിരിക്കണം. ഓക്കെ. അപ്പോൾ Pent2-9 നമുക്ക് എന്ത് ചെയ്യുക? വരക്കാം. Pent3-9 വരക്കാൻ പറ്റൂല, കാരണം ഇപ്പം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നതിനെ ഇങ്ങോട്ട് കൊടുത്തു. അപ്പോൾ ഇവിടുന്ന് എണ്ണുമ്പോൾ 3, പക്ഷേ ഇവിടുന്ന് എണ്ണുമ്പോൾ അത് എത്രയാണ്? 1, 2 ആണ്. ഓക്കെ. അപ്പോൾ Pent3-9 പറ്റൂല, Pent2-9 പറ്റത്തുള്ളൂ. ക്ലിയർ? അടുത്ത്, റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് എ ചെയിൻ ഐസോമർ ഓഫ് ആൻ ആൽക്കെയിൻ കണ്ടെയ്നിങ് 5 കാർബൺ ആറ്റം വിത്ത് 1 ബ്രാഞ്ച് വിത്ത് എന്താണ്? ശ്രദ്ധിച്ചോ. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ചെയിൻ ഐസോമേഴ്സ് ഓഫ് ആൻ ആൽക്കെയിൻ കണ്ടെയ്നിങ് 5 കാർബൺ. അപ്പോൾ 5 കാർബൺ ഉള്ളവർ എന്ത് വരക്കണം? നമ്മൾ ആൽക്കെയിൻ വരക്കണം. ആ ആൽക്കെയിൻ്റെ എന്ത് എഴുതണം? ചെയിൻ ഐസോമേഴ്സ് വിത്ത് 1 ബ്രാഞ്ച് ആൻഡ് വിത്ത് 2 ബ്രാഞ്ച്. അപ്പോൾ നോക്കിക്കോ, മൊത്തം 5 കാർബണേ പാടുള്ളൂ. ആ 5 കാർബണുള്ള നമ്മളൊരു എന്ത് വരക്കണം? ആൽക്കെയിൻ വരക്കണം. ആ ആൽക്കെയിൻ ക്വസ്റ്റ്യൻ കുറച്ച് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്, മലയാളത്തിൽ ഒന്നുകൂടെ സുഖമാണ്. 5 കാർബണിൽ എന്ത് വരക്കണം? ഒരു കോമ്പൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? വരക്കണം. ആൽക്കെയിൻ വരക്കണം. അതായത് ഇതിനിടയിൽ എന്ത് ബോണ്ട് മാത്രമേ പാടുള്ളൂ? സിംഗിൾ ബോണ്ട് മാത്രമേ പാടുള്ളൂ. മാത്രമല്ല, ആ വരക്കുന്ന 2 കോമ്പൗണ്ടിൽ ഒന്നിൽ 1 ബ്രാഞ്ചും ഉണ്ടാവണം, ഒന്നിൽ 2 ബ്രാഞ്ചും ഉണ്ടാവണം. ക്ലിയർ? അപ്പോൾ ഞാൻ എത്ര കാർബൺ വരക്കുകയാണ്? 5 കാർബൺ വരക്കുകയാണ്.
ഇത് ഇങ്ങനെ നിരത്തി വരക്കാനല്ല പറഞ്ഞിട്ടുള്ളത്. ഇത് ഉപയോഗിച്ച് രണ്ട് ചെയിൻ വരക്കണം, അഥവാ 2 ആൽക്കേനുകൾ വരക്കണം. ഒന്നിൽ ഒരു ബ്രാഞ്ചും ഉണ്ടാവണം, ഒന്നിൽ 2 ബ്രാഞ്ചും ഉണ്ടാവണം. അപ്പോൾ മൊത്തം 5 കാർബണേ പാടുള്ളൂ. അതിൽ ഒരു ബ്രാഞ്ച് കൊടുക്കണമെങ്കിൽ ഞാൻ ഇവിടുന്ന് ഒരു കാർബൺ എടുക്കണ്ടേ. അപ്പോൾ പിന്നെ ഇതിൻ്റെ മെയിൻ ചെയിനിൽ എത്ര കാർബണേ ഉണ്ടാവുള്ളൂ? 4 കാർബൺ. അപ്പോൾ ഇവിടെ 4 കാർബൺ എന്ത് ചെയ്ത് വരച്ചു. എന്നിട്ട് ഇവിടെ ഞാൻ എന്ത് കൊടുത്തു? എക്സ്ട്രാ കാർബൺ ബ്രാഞ്ച് ആക്കി കൊടുത്തു. ഇപ്പോൾ ഇവിടെ എനിക്ക് ഒരു ബ്രാഞ്ചുള്ള എന്ത് കിട്ടി? ആൽക്കേന് കിട്ടി. ക്ലിയർ? ഇനി ഇവിടെ ഹൈഡ്രജൻ കൊടുത്താൽ മതി കേട്ടോ, നിങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇനി അടുത്ത എന്താ? ഇതേ 5 കാർബൺ വരണം, പക്ഷേ ഇവിടെ എത്ര ബ്രാഞ്ച് വരണം? 2 ബ്രാഞ്ച് എന്ത് ചെയ്യണം? വരണം. അപ്പോൾ പിന്നെ ഇതിൻ്റെ മെയിൻ ചെയിനിൽ എത്ര കാർബണേ പാടുള്ളൂ? 3 പാടുള്ളൂ. ബാക്കി 2 ഞാൻ ബ്രാഞ്ച് കൊടുത്തു. നമുക്കറിയാം ഫസ്റ്റ് കാർബൺ, ഇതും ഫസ്റ്റ് കാർബണാണ്, ഇതും ഫസ്റ്റ് കാർബണാണ്. ഫസ്റ്റ് കാർബണിൽ ഒരിക്കലും എന്ത് വരില്ല? ബ്രാഞ്ചസ് വരില്ല. ബ്രാഞ്ചസ് എവിടെ മുതലേ വരുള്ളൂ? 2ാമത്തെ കാർബൺ മുതൽ എന്ത് ചെയ്യുള്ളൂ? വരുള്ളൂ. അപ്പോൾ ഇവിടെ 2 കൊടുത്ത് നമുക്ക് ബ്രാഞ്ച് കൊടുക്കാൻ പറ്റൂല. അപ്പോൾ പറ്റുന്ന ഇവിടെ 2ാമത്തെ കാർബൺ ഇത് മാത്രം. അപ്പോൾ ഇവിടെ 2 ബ്രാഞ്ച് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒരു കാർബൺ, ഇവിടെ ഒരു കാർബൺ. അപ്പോൾ നോക്കിക്കോ, ഇതിലും 5 കാർബൺ ഉണ്ട്, 2 ബ്രാഞ്ചും ഉണ്ട്. ഇവിടെ 5 കാർബണും 1 ബ്രാഞ്ചും. ഇസ് ഇറ്റ് ക്ലിയർ? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ കാണാം.